ഇന്ന് ഈ പ്രാന്ത് കുറഞ്ഞ് തന്നെ എഴുന്നേക്കാറുള്ളത്. ചില ദിവസം രാവിലെ എഴുന്നേറ്റിന്റെ മുഖം കണ്ടി ചേട്ടൻ പേടിക്കാറുണ്ടെന്നാ കേട്ടത്. ഇന്ന് നല്ല വെയിലുണ്ട്, കൂടെ മഞ്ഞും പെയ്യുന്നുണ്ട്. വീട്ടിലേക്കും ഇതുപോലെ വെയിലും മഴയും കൂടെ ഒരുമിച്ച് പെയ്യില്ലേ. അപ്പൊ അമ്മ പണ്ട് പറഞ്ഞു തരായിരുന്നു, കുറുക്കിന്റെയും കോഴിയുടെയും കല്യാണമാണോ. കുറച്ച് വലുതായപ്പോ ഞാനാ പറച്ചില് നിർത്തി. പക്ഷെ അമ്മ ഇപ്പോഴും പറയാറുണ്ട്, നമുക്ക് എന്തായാലും പോയി മുഖമൊക്കെ കഴുകിയിട്ട് വരാം. അയ്യോ, നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് രസമുള്ള. ഇതെന്റെ ഈ വർഷത്തെ ഫസ്റ്റ് നോമ്പാണ്. ഞാൻ എല്ലാ വർഷവും 17 രാവിന് 27 രാവിന് നോമ്പ് പിടിക്കാറുണ്ട്. ഈ വർഷം 17 രാവിന് പിടിക്കരുത്, അപ്പൊ എനിക്ക് പിരിച്ചായി. അതുകൊണ്ടാണ് ഇന്ന് പിടിക്കുന്നത്. ഇന്ന് 27 രാവാണ്. ഞാൻ ആദ്യമായിട്ട് നോമ്പ് പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ, അതായത് 10 വർഷം മുമ്പ്. ഒരു കഥ സുരട്ടുമാ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നോമ്പ് പിടിക്കുന്നത്. അന്ന് എനിക്ക് 13 വയസ്സ്. അന്ന് വിളി ചെറുതല്ലേ. അതിങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്, നോമ്പ് ഒരു മാസം പിടിക്കുമെന്നും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ സാധിക്കാമെന്നും പ്രാർത്ഥിക്കാന്നൊക്കെ. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ നോമ്പ് പിടിച്ചു. അന്നേരം നോമ്പ് പിടിച്ചതിനൊരു കാര്യമുണ്ട്. അത് ഇപ്പോഴും എന്റെ വീട്ടുകാർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ പറയാം. അന്ന് ഞാൻ 8th പഠിക്കുമ്പോൾ എന്റെ ബ്രദർ 10th പഠിക്കുകയാണ്. അപ്പൊ 10th CBSE ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പൊ എല്ലാവരും ടെൻഷനിലാണ്, റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട്. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ നോമ്പിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ അറിയുന്നത് കൂടുതലായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നോമ്പ് പിടിക്കാം, എന്നിട്ട് പ്രാർത്ഥിക്കാം അവന് നല്ലൊരു മാർക്ക് കിട്ടണേ. അയ്യോ, ഇതെന്റെ വീട്ടുകാർ ഇപ്പൊ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് ഞാനങ്ങ് നോമ്പ് പിടിക്കുന്നത്. അങ്ങനെ നോമ്പൊക്കെ പിടിച്ചെന്ന് മുറിച്ചു. അന്ന് തന്നെയായിരുന്നു എന്റെ ബ്രദറിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവനാണെങ്കിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ട് അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി കൊണ്ട് തന്നെയാണ്. അപ്പൊ ഞാനാണെങ്കിൽ അത് നോമ്പ് പിടിച്ചിട്ട് മുറിക്കുകയും ചെയ്തില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചത് ഇതേ കാര്യം തന്നെയാണ്. അപ്പൊ റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവന് നല്ലൊരു മാർക്ക് കിട്ടുമ്പോൾ എല്ലാവർക്കും എന്റെ വീട്ടിൽ സന്തോഷമാണ്, ഉറപ്പായിട്ട് എനിക്ക് സന്തോഷമില്ലേ. അപ്പൊ എന്റെ മനസ്സിൽ ഓക്കേ, ഞാൻ നോമ്പ് പിടിച്ചത് കൊണ്ടാണ് അവന് നല്ല മാർക്ക് കിട്ടിയത് എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എല്ലാ വർഷവും നോമ്പ് പിടിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ ഒരു പ്രായത്തിൽ എന്റെ ഒരു ചിന്ത മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ വർഷവും നോമ്പ് പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് നോമ്പ് പിടിക്കാനായിട്ട്. അന്ന് ആദ്യമായിട്ടല്ലേ നോമ്പ് പിടിക്കുന്നത്. അന്ന് എങ്ങനെ പിടിച്ചെന്ന് വെച്ചാല്, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും അവിടെ പോവുകയും വരികയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ നോമ്പ് പിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അതിനെന്താ വീട്ടിലേക്ക് വാ, അവിടെ വന്നിട്ട് നോമ്പ് പിടിക്കാലോ എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ 4-4:30 ആയപ്പോഴേക്കും രാവിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെയാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എഴുന്നേറ്റു. എനിക്ക് വലിയ ബുദ്ധിമുട്ട് അന്നാണെങ്കിലും തോന്നിയില്ല. ആദ്യമായിട്ട് എടുക്കുവാണ്, അന്ന് ചെറിയ പ്രായമാണെന്നുണ്ടെങ്കിലും ആഹാരം കഴിക്കാത്തതിന്റെയോ വെള്ളം കുടിക്കാത്തതിന്റെയോ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഫുള്ള് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു നോമ്പ് മുറിക്കുന്നത് വരെ. എന്നിട്ട് വൈകിട്ടായപ്പോഴേക്കും ഒരു 6:30 ഒക്കെ ആയപ്പോഴായിരിക്കും ആ ചേച്ചിയുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. എന്നിട്ട് അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ നോമ്പ് മുറിച്ചത്. അത് ഇതുപോലെ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ അതുപോലൊക്കെ പറഞ്ഞിട്ടായിരുന്നു മുറിച്ചിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു എന്റെ ആദ്യത്തെ നോമ്പ് എക്സ്പീരിയൻസ്. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഞാൻ പിടിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും നോമ്പ് പിടിക്കുമ്പോഴും നോമ്പ് മുറിക്കുമ്പോഴും ഉള്ള പ്രാർത്ഥനകളൊന്നും എനിക്ക് അറിയില്ല. ഞാൻ അതുകൊണ്ട് എപ്പോഴും എങ്ങനെയാണോ പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് നോമ്പ് പിടിക്കുമ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. പിന്നെ 17 രാവിനും 27 രാവിനും പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഞാൻ ആ ദിവസങ്ങൾ മാത്രം പിടിക്കാൻ തുടങ്ങി. ചിലപ്പോൾ പിരീഡ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പിടിക്കാൻ പറ്റാതെ പോവുകയാണെങ്കിൽ പിടിക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം ഞാൻ പിടിക്കാറുണ്ട്. എന്റെ വീട്ടിൽ സാധാരണ നോമ്പ് ഞാൻ മാത്രമേ പിടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നോമ്പ് മുറിക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. പണ്ടേ ഉണ്ടാക്കുന്നത് വലിയ പുലി ആയതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. അന്ന് കുറച്ചുകൂടി ചെറുതായതുകൊണ്ട് ഈ വറുത്തതും പൊരിച്ചതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് നോമ്പ് മുറിക്കാനായിട്ട് ഈ സമൂസ പോലെയുള്ള സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിക്കൊണ്ടായിരിക്കും വരുന്നത്. ഞാൻ പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ കോളേജ് കയറിയ ടൈമിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ അവളോട് ചോദിക്കും 17 രാവും 27 രാവും ഡേറ്റ് ഒക്കെ എന്താണെന്ന്. എന്നിട്ട് ഞാനത് നേരത്തെ നോക്കി വെച്ചിട്ടായിരിക്കും നോമ്പ് പിടിക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ 13ാം വയസ്സിൽ ഉണ്ടായ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും അത് പിടിക്കുന്നത്. അതെനിക്ക് മുന്നോട്ടുള്ള വർഷങ്ങളിലും എല്ലാം പിടിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പിന്നെ ഞാനിവിടെ കാനഡയിലെ ടൈമിലാണ് പിടിക്കുന്നത്. കാരണം നാട്ടിലെ ടൈമിൽ പിടിക്കാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ നൈറ്റിൽ ഫുള്ള് ഉറങ്ങാതിരിക്കേണ്ടി വരും. കാരണം ഈ വർഷത്തെ ശിവരാത്രി വ്രതം പിടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നാട്ടിലെ ടൈം നോക്കിയിട്ടായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് മൊത്തത്തിൽ കൊളായിപ്പോയി. കാരണം അവിടെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ എഴുന്നേറ്റിരിക്കുകയും ഇവിടെ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് അവിടെ ഉറങ്ങുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോമ്പ് എന്തായാലും നമ്മുടെ ഇവിടുത്തെ സമയത്ത് തന്നെ പിടിക്കണം. നമ്മൾ നാട്ടിൽ നോമ്പ് മുറിക്കുന്നത് ഒരു 6-6:30 സമയത്തല്ലേ. അപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല എത്ര ടൈമിലാണ് മുറിക്കേണ്ടതെന്ന്. ഞാൻ അതുകൊണ്ട് എന്തായാലും ഒരു 6:30 കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും മുറിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനൊരു 4-4:30 ആയപ്പോഴേക്കും പോഹ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഉറങ്ങിയത്. സാധാരണ രാവിലെ എഴുതിയിട്ട് കുളിക്കണം എന്ന് പറയും. എനിക്ക് രാവിലെ എഴുതിയിട്ട് കുളിക്കുന്ന ശീലം തീരെ ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോമ്പ് മുറിക്കുന്നതിന് മുമ്പല്ല, സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയില്ലേ അതിനു മുമ്പായിട്ട് തന്നെ കുളിക്കണം. അപ്പൊ തന്നെ
ഏകദേശം സമയമായി. ഞാൻ ഇപ്പൊ പരിപാടി തുടങ്ങിയാൽ എനിക്ക് സമയത്ത് നോമ്പ് മുറിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇനി അതുകൊണ്ട് പോയിട്ട് കുളിക്കണം, എന്നിട്ട് വേണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴോ കോളേജിൽ പഠിച്ചപ്പോഴോ എന്തോ നോമ്പ് പിടിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ വീട്ടിലാരുമില്ല, ചേട്ടനി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. അപ്പൊ ഇന്നേലും പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പിടിക്കുകയും മുറുക്കുകയൊക്കെ ചെയ്യുന്നത് കാണിക്കാം. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ നോമ്പ് പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇനി പിടിച്ചു നോക്കേ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചിട്ട് പിടിച്ചാൽ മതി, അത് എന്തായാലും നടക്കും. വിശ്വാസത്തിന് മാത്രമല്ല നമ്മുടെ ബോഡിക്കാണെങ്കിലും അത് ഒരുപാട് നല്ലതാണ്. അപ്പൊ ഞാൻ ഇനിയിപ്പോ കലാപരിപാടികളൊക്കെ തുടങ്ങട്ടെ. ഞാൻ കുളിച്ചിട്ടാണ് വന്നത്. നോമ്പുതറക്കുള്ള സാധനമൊക്കെ നമുക്ക് ഇനി ഉണ്ടാക്കാമേ. അതിന്റെ ഇടയ്ക്ക് വെറുതെ ഒന്ന് വിൻഡോ തുറന്ന് നോക്കിയതാടാ, അതേ മഞ്ഞ് പെയ്യുന്നു. ഇതിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെയ്യുന്നത്. നാട്ടിലിങ്ങനെ ഉച്ചയ്ക്ക് നല്ല വെയിലായിട്ട് ഇരുന്നിട്ട് വൈകിട്ട് പെട്ടെന്നൊരു മഴ പെയ്യത്തില്ലേ, അതുപോലെ ഇവിടെ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടായിരുന്നു, വൈകിട്ട് നോക്കിയപ്പോഴേക്കും നല്ല മഞ്ഞ് പെയ്യുന്നു. അതും കറക്റ്റ് നോമ്പ് ഉറക്കാൻ സമയമായപ്പോഴേക്കും. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന സ്നോഫ്ലേക്സ് ഇല്ലേ, അതിന്റെ അതേ ഷേപ്പ് കിട്ടുമെന്ന് അറിയാനായിട്ട് എപ്പോ മഞ്ഞ് പെയ്താലും ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ കൈ നീട്ടി നിൽക്കുവേ. പക്ഷെ എനിക്ക് ഇന്നും ഒരു ആ ഷേപ്പുള്ളത് കിട്ടിയിട്ടില്ല, ഞാൻ നേരിട്ടത് കണ്ടിട്ടില്ല. മഞ്ഞൊക്കെ കണ്ടത് മതി, നമുക്ക് നോമ്പ് ഉറക്കാൻ സാധനം ഉണ്ടാക്കട്ടെ. അല്ലെ പിന്നെ രാത്രി 10 മണിക്ക് തുറക്കേണ്ടി വരും. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വലിയ കിച്ചൺ ചെറുതാണെങ്കിലും അതിൽ ആവശ്യവും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കുത്തി നിറച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം കയ്യെത്തും ദൂരത്തായതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇതൊരു ഹോം ടൂർ വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല, അത് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ഇപ്പൊ നമുക്ക് പോയി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ എന്നും സവാള കട്ടിയുമ്പോൾ അമ്മ ഒന്ന് ഓർക്കാറുണ്ട്. കാരണം ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ടൈമിൽ എന്തുണ്ടാക്കിയാലും സവാള കട്ടിയണമെന്നുണ്ടെങ്കിൽ അതിന് അമ്മ തന്നെ വേണം. കാരണം പണ്ടേ ഞാനും സവാളയും തമ്മിൽ അത്ര സുഖകരമായ ബന്ധം അല്ലല്ലോ, അത് നിങ്ങൾക്ക് അറിയാലോ. അതിപ്പോ വീഡിയോ എടുക്കാനായിട്ട് എന്തെങ്കിലും കട്ട് ചെയ്യുകയാണെങ്കിലും 5 സവാള കട്ട് ചെയ്യണമെങ്കിൽ അതിലൊന്നായിരിക്കും ഞാൻ കട്ട് ചെയ്യുന്നത്, ബാക്കി 4 കട്ടിയത് അമ്മയായിരിക്കും. ഒന്നുമില്ലേ ചേട്ടനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടനെ കൊണ്ട് കട്ടിപ്പിക്കായിരുന്നു. പ്രാവശ്യം നോമ്പുറയ്ക്ക് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അല്ലേ പിന്നെ നല്ലതും കഴിക്കാറില്ലല്ലോ. കഴിഞ്ഞ വർഷം നോമ്പ് പിടിച്ച ടൈമിൽ കൂടുതൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സ് ആയിരുന്നു. എന്നാൽ ഈ നോമ്പുതുറ എന്നൊക്കെ പറയുമ്പോഴേ ഈ വറുത്തതും പൊരിച്ചതും ഇല്ലാതെ ഇങ്ങനെ, അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ടേ. ഇവിടെ ആണെങ്കിൽ കുറെ അധികം ഉരുളക്കിഴങ്ങ് ചേട്ടൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഫ്രൂട്ട്സ് ഉണ്ടായത് കൊണ്ട് അത് ഉണ്ടാക്കണ്ടല്ലോ, അത് കട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതി. പിന്നെ മാങ്ങ വെച്ചിട്ട് മാംഗോ മിൽക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എല്ലാ വർഷവും നോമ്പ് മുറിക്കാറുള്ള ഡേറ്റ്സ് വെച്ചിട്ടാണ്, പക്ഷെ ഇന്നിപ്പോ ഡേറ്റ്സ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സുണ്ടലില്ലേ, സുണ്ടലും ഉണ്ടാക്കാം. ഞാൻ സുണ്ടൽ എങ്ങനെ ഉണ്ടാക്കുന്ന ഓൾറെഡി ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വയമേ ഉണ്ടാക്കിയ നല്ല പൊരിച്ച കോഴിന്റെ ബിരിയാണി ഇരിപ്പുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ടും വിശക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ എടുത്ത് കഴിക്കാം. പക്ഷെ ഉള്ളത് പറഞ്ഞ വിശക്കില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വയറങ്ങ് നിറയും, പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല. സാധാരണ നമ്മളൊരു 6-6:30 ആകുമ്പോഴാണല്ലോ നോമ്പ് മുറിക്കാറുള്ളത്. ഇവിടെ ആയതുകൊണ്ട് എനിക്കിപ്പോ കറക്റ്റ് സമയം അറിയില്ല, ഇനിയിപ്പോ റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് നമുക്ക് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നോമ്പ് മുറിക്കാം. അതേ നമ്മുടെ നോമ്പ് മുറിക്കാനുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. എനിക്കിതിൽ പ്രത്യേകം പ്രാർത്ഥനയൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അതേ വെള്ളം കുടിച്ചേ. വീട്ടിൽ നിന്നപ്പോഴും നോമ്പ് പിടിക്കുന്നതും മുറിക്കുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും എപ്പോഴും. ഇവിടെ ഇപ്പൊ ആരും ഇല്ല, ഒറ്റയ്ക്കായ പോലെ. പിന്നെ കുറച്ച് ആൽമണ്ട്സ് കഴിച്ചു. എനിക്ക് പണ്ട് തൊട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഏതൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു 4ാം ക്ലാസ് ഒക്കെ തൊട്ടിട്ട് ഞാൻ ഓരോന്നൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന്. കാരണം ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ത്വരയാ. അതുകൊണ്ട് തന്നെ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. എല്ലാ വർഷവും നോമ്പ് കുടിക്കുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് സാധനത്തിന്റെ ലിസ്റ്റ് അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുക്കും വാങ്ങിക്കൊണ്ട് വരാനായിട്ട്. പിന്നെ ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ ഇത് ഫ്രൂട്ട്സ് ഒക്കെ ഓരോന്നായിട്ട് കഴിച്ചിട്ട് നമ്മുടെ മാംഗോ മിൽക്ക് കഴിക്കാമേ. ഈ ഒരു സാധനം കുറെ വർഷം മുമ്പ് ഞാൻ എപ്പോഴും ഉണ്ടാക്കായിരുന്നേ. മാങ്ങ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങയൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്റെ ചാനലിൽ വീഡിയോ ഇടാമേ. കുറെ വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ സാധനം കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റുമാണ്, എന്നാൽ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. കുറച്ച് സാധനം മാത്രം മതി. ആ സത്യം പറഞ്ഞാൽ ഇത്രയും കഴിച്ചപ്പോ തന്നെ എന്റെ വയറ് നിറഞ്ഞടാ. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ, നമുക്ക് പതുക്കെ കഴിക്കാം, ഉറങ്ങുന്ന സമയം ഉണ്ടല്ലോ. ഇതിൽ ഞാൻ കഴിച്ചതല്ലേ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ഞാൻ എന്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്ക്. പിന്നെ നമ്മൾ അന്ന് വാങ്ങിയ ഷുഗർ ഫ്രീ ഐസ്ക്രീം ഇല്ലേ, അത് നോമ്പ് കുറിച്ചിട്ട് കഴിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് അത് കഴിക്കാം. അതൊന്ന് കഴിച്ചപ്പോഴേ എനിക്ക് ജീവൻ വെച്ചേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ കുഞ്ഞു നോമ്പ് തറ. എന്തെങ്കിലും പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനും ചേട്ടനും കൂടി ഒരുമിച്ച് പിടിക്കുന്നതും മുറിക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നിന്ന് കഴിച്ചിട്ട് ഒരു സുഖമില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് പോയിട്ട് TV ഒക്കെ കണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്നാ ശരി.